ഹലോ കൂട്ടുകാരെ, അപ്പത്തേ ഞാൻ ഇന്ന് തിരിച്ച് ആലപ്പുഴയിലേക്ക് പോവാം കേട്ടോ. നാട്ടിലോട്ട് പോവാണ്. കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാമെന്നൊക്കെ ഓർത്തൊന്ന് പോവാം കേട്ടോ. അപ്പോൾ എന്നെ യാത്ര അയക്കാനായിട്ട് ഞങ്ങൾ ഭയങ്കര ആഡംബരത്തോടെയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ പോയത്. അപ്പോൾ ചേട്ടനും സിയും കൂടെ വണ്ടിയിലിരിക്കും കേട്ടോ. ഇത് സുജിൻ ചേട്ടൻ, ആ പുറകെ നിൽക്കുന്ന സുജിൻ ചേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോവാം കേട്ടോ. ഇതൊക്കെ എൻ്റെ ബാഗുകൾ. ഒരു കുറച്ച് ദിവസത്തേക്കേ പോകുന്നുള്ളതിലും എനിക്ക് കുറേ തുണികളും ഒക്കെ ആയിട്ട് പോകണം കേട്ടോ. സാധനങ്ങളൊക്കെ ആയിട്ട് പോകണം. അതിന് എന്നെ വഴക്ക് പറയും, ഇത്രയും തുണിയൊക്കെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അതെൻ്റെ സുജിൻ ചേട്ടൻ്റെ അമ്മ, ഇത് സുജിൻ ചേട്ടൻ്റെ പെങ്ങൾ, ഇത് നമ്മുടെ സ്വന്തം സിയൂട്ടൻ. അപ്പോഴത്തേ ഞങ്ങൾ കാറിലിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവായിരുന്നു കേട്ടോ. അപ്പം ട്രെയിൻ വൈകിട്ട് 4:50 അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് 2 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇത് സുജിൻ ചേട്ടൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡാണ്, മിഥുൻ ചേട്ടൻ. അത് അപ്പുറം ഇരിക്കുന്ന അവരൊരു കസിനാണ്. ഇത് സുജിൻ ചേട്ടൻ്റെ അമ്മ, അത് സുജിൻ ചേട്ടൻ്റെ പെങ്ങൾ മിന്നു, പിന്നെ ഞാൻ ചേട്ടന് താണ്ട. സുജിൻ ചേട്ടൻ എൻ്റെ പെട്ടിയൊക്കെ ആയിട്ട് പുറയിലിരിക്കുക കേട്ടോ. സുഭിഷയൊക്കെ പുറയിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ സിയുവിന് പിന്നെ ജിജോ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ മാത്രം മതി കേട്ടോ, വേറെ ആരും വേണ്ട. അങ്ങനത്തെ ഞങ്ങൾ നല്ല ഒത്തിരി എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചുള്ള യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. കുറേ ചിരിച്ചു, കുറേ തമാശകളൊക്കെ. അപ്പോൾ കണ്ട സിയുന് എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ വെള്ളം വേണം, ബിസ്ക്കറ്റ് വേണം, ചോറ് വേണം. അവന് ഭയങ്കര ആഗ്രഹങ്ങളാണ്. ആ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോൾ അവനൊന്നും വേണ്ട. അങ്ങനെ ഓരോന്ന് പറയും. പിന്നെ എൻ്റെ പൊട്ട് വേണം, എൻ്റെ വള വേണം, എൻ്റെ കമ്മൽ വേണം, ടിനി എന്നാണ് വിളിക്കുന്നത് കേട്ടോ എന്ന് പറയായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ഓരോന്നെല്ലാം പറഞ്ഞ് ചിരിച്ച് ഒക്കെ പോവായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്കാണ് വരുന്നെങ്കിൽ പോലും വളരെ കുറച്ച് സങ്കടവും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോന്നപ്പോഴത്തേക്കും നല്ല എൻജോയ് ചെയ്തുള്ള വരവായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഒരുപാട് സന്തോഷിച്ച് ചിരിച്ച് മറിഞ്ഞൊക്കെ ഇപ്പം നമ്മൾ പോവാന്നൊക്കെ ഉള്ളൊരു ആ മൈൻഡേ ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് ചിരിച്ച് മറിഞ്ഞൊക്കെയാണ് പോയത്. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നെ കൊണ്ടാക്കാനായിട്ട്, റെയിൽവേ സ്റ്റേഷനിൽ വരാനായിട്ട്. അപ്പം എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. സിയുവിൻ്റെ ഓരോരോ വികൃതികൾ ആ സമയത്ത് നടക്കുന്നത്. അപ്പോൾ സിയു ഞാനപ്പോൾ എന്നെ വാച്ച് പൊട്ടുക എന്നൊക്കെ എന്നോട് പറയുക കേട്ടോ സിയു. അപ്പം അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു, കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പം 2 മണിയൊക്കെ ആയപ്പം ഇറങ്ങി കേട്ടോ. ഞങ്ങൾ അവിടുന്ന് 2 ഇറങ്ങി. ഇവിടെ വന്ന് ഇവരുടെ അടുത്ത് വന്നിട്ട് ഇറങ്ങിയപ്പം ഒരു 2-2:30 ആയപ്പോൾ ഇറങ്ങി. ട്രെയിൻ 4:50 അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നേരത്തെ വരണമല്ലോ എന്നോർത്തതേ. സുജിൻ ചേട്ടൻ എൻ്റെ പെട്ടിയെല്ലാം പിടിച്ച്, സിയു ആ പെട്ടിയുടെ ഇടയിൽ കയറി ഇരുന്ന് കാർട്ടൂൺ കാണുവാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന അവനെ കാണിച്ചു കൊടുക്കുകയാണ്. തണ്ടിട്ട് ഇനി വീഡിയോ എടുക്കുന്നിടാന്ന് സിയൂട്ടനോട് പറയുക കേട്ടോ. സിയൂട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അവനുള്ളപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക്. അങ്ങനെ ചേട്ടൻ ഉറക്കം വരുന്നെന്ന് അറിഞ്ഞ് കിടന്നിട്ട് ഉറങ്ങുമായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. മിന്നു അതിൻ്റെ ഇടയ്ക്ക് മിന്നുവിൻ്റെ കുറേ പണ്ടത്തെ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് സിയുവിനെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് മിന്നു ഇതൊക്കെ എടുക്കുക കേട്ടോ. മിന്നുവിനെയൊക്കെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള പരിചയം കേട്ടോ. ഭയങ്കര നല്ല നമുക്ക് സന്തോഷം തരുന്ന ആൾക്കാരും ഒത്തിരി നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ. അപ്പം നമ്മൾ കാർ പാർക്കിങ് നോക്കി പോവുക കേട്ടോ. ഇതാണ് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഞങ്ങൾ മജസ്റ്റിക്കിൽ നിന്നാണ് കയറിയത്. അവിടെ നിന്നാകുമ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ വന്ന് കിടക്കും. നമുക്ക് സമാധാനത്തിൽ കയറിയിരിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് ഒക്കെ ഇതാകുമ്പോൾ നമുക്ക് സമാധാനത്തിൽ കയറാം. അങ്ങനത്തെ ഞങ്ങൾ മജസ്റ്റിക്കിലേക്ക് കയറി. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ പാർക്ക് ചെയ്യണം. അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് എവിടെയാണ് പാർക്കിംഗ്, ഇങ്ങനെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമായതുകൊണ്ടുണ്ടല്ലോ, വണ്ടി പാർക്കിംഗ് ഒന്നും ഓൾറെഡി നമുക്ക് അവിടെ ഉണ്ടാവത്തില്ല. ഒരു വണ്ടി പോയാലേ അടുത്ത വണ്ടി ഇടാനുള്ളൂ. അത്രയ്ക്കും ജനങ്ങളൊക്കെ വന്നും പോകുന്ന സ്ഥലമല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ വണ്ടി അങ്ങോട്ട് കയറ്റിയപ്പോൾ ഒരു വണ്ടി വിട്ടു പോവായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആ സ്പേസിൽ നമ്മുടെ കാർ ഇടാനായിട്ട് പറ്റി. അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ടി വന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് കാർ പാർക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ ഞങ്ങളത് അവിടെ നിന്നെല്ലാം ഇറങ്ങി. അപ്പം മിന്നുതേ എൻ്റെ ബാഗ് ഒരെണ്ണം തോളത്തിട്ടു.
പിന്നത്തെ അമ്മ എന്നോട് പറഞ്ഞ് സുനിച്ചേട്ടൻ്റെ അമ്മ പറഞ്ഞു മോള് തന്നെ പിടിക്കണമെന്ന് പറഞ്ഞ് സുനിച്ചേട്ടൻ്റെ അമ്മയും കൂടെ പിടിച്ചു എൻ്റെ ഒരു ബാഗ്. അങ്ങനത്തെ ഞങ്ങളുടെ ബാഗൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കാറ് ബാഗിനകത്ത് വെച്ചിട്ട് എന്നാ സുജിൻചേട്ടൻ്റെ കസിൻസ് രണ്ടുപേരും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരാണ് മുന്നേ നടക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതിന് ഞങ്ങൾ കാറിനകത്ത് ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. 4:50-നാണല്ലോ ട്രെയിൻ. അപ്പം നമ്മൾ അവിടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം 3:30-3:45 അപ്പോൾ സമയമുണ്ടല്ലോ. അപ്പം നമ്മൾ മജസ്റ്റിക്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ താഴെയുള്ള ഭാഗമായി കാണുന്നത് കേട്ടോ. വളരെ റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ റേറ്റ് കിട്ടും. ഇഷ്ടംപോലെ ടോപ്പുകൾ നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല. അതുപോലത്തെ ടോപ്പുകൾ, ചെരുപ്പുകൾ, അങ്ങനെയുള്ള എല്ലാത്തരം ഐറ്റംസും, ബാഗുകൾ, മൊബൈൽ കവറുകൾ, ഹെഡ്സെറ്റുകൾ, അത് ഇത് മറ്റേത് എന്തെല്ലാം സാധനങ്ങൾ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ താഴെ മജസ്റ്റിക്കിൻ്റെ അടിയിൽ കാണുന്ന ഭാഗങ്ങളുണ്ട്. പണ്ടൊക്കെ ഞാൻ ഇതുവഴി പോകുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കും കേട്ടോ. ഈ പ്രാവശ്യം വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ നോക്കിയതേ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം വാങ്ങിച്ചു. പക്ഷേ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാര്യം നാട്ടിലേക്ക് വരുന്നതിൻ്റെ സന്തോഷമുണ്ട്. എന്നാൽ ഇവരെയൊക്കെ പിരിഞ്ഞിച്ചിട്ട് നേരം പോകുന്ന ഇച്ചിരി നാൾ മാറി നിൽക്കുന്നതിൻ്റെ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത്രയും അതുപോലെ കമ്പനിയായിട്ട് ആൾക്കാരാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എല്ലാം കുറേ കറങ്ങി കേട്ടോ. ഒത്തിരി സാധനങ്ങൾ ഈ ചേട്ടൻ വയ്ക്കുന്ന ടോപ്സൊക്കെ ഭയങ്കര നിങ്ങൾക്ക് ഇതിനകത്തോടെ നോക്കിക്കാണാം നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കുറച്ചൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ പിന്നെ ഓരോന്ന് അപ്പം ഇങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ട് പിന്നെ ഉള്ളിലൊരു ഈ ട്രെയിൻ മിസ്സായിക്കാൻ നമ്മളിങ്ങനെ അറിയാമല്ലോ, നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സമയം പോകുന്നത് നമ്മൾ അറിയത്തേയില്ല. നമ്മുടെ സമയം പോകുന്നത് നമ്മൾ അറിയത്തുമില്ല. പിന്നെ ട്രെയിൻ കയറാനായിട്ട് ഓടി വെപ്രാളം പിടിച്ച് പോകേണ്ടി വരുമല്ലോ. അപ്പോഴത്തേക്കും എല്ലാം ഒന്ന് സ്പീഡാക്കി കേട്ടോ. സിയും ചേട്ടനും അവരൊക്കെ അങ്ങ് മുന്നേ നടന്നു പോകണം. അറിയാലോ, ആണുങ്ങൾക്ക് പൊതുവെ ഷോപ്പിങ്സിനോടൊന്നും വലിയ താല്പര്യമില്ല. അതേസമയം പെൺപിള്ളേർക്കാകുമ്പോൾ എല്ലാം അരിച്ചു പേർക്ക് നോക്കുന്ന നല്ലൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് എത്ര സമയം കിട്ടിയാലും തികയത്തില്ല. അങ്ങനത്തെ ഞങ്ങൾ നടന്ന് പോവാട്ടോ. തിരിച്ച് ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ വഴിയാണ് വേറൊരു സ്ഥലത്ത്. അപ്പം പറഞ്ഞില്ലേ കസിൻസ് രണ്ടുപേരും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവർക്ക് കുറച്ച് സാധനം വാങ്ങിക്കണം. അവർ ഉദ്ദേശിച്ച സാധനം അവിടെ കിട്ടാത്തതിന് വേറൊരിടത്തേക്ക് പോകും കേട്ടോ. ഇത് സുജിൻ ചേട്ടനും ഒക്കെ അറിയുന്ന ഒരു ചേട്ടനാണ്. അവർ ലീവിനും വെക്കേഷനും നാട്ടിലേക്ക് പോകും കേട്ടോ. അവർ തിരുവനന്തപുരത്തുകാരായിരുന്നു. അവരെ അവിടെ വെച്ച് യാദൃശ്ചികമായി കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ്. ഇതിപ്പം ഒരു കോമഡി അവിടെ നടന്നു. അത് പബ്ലിസിറ്റി ആക്കാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് പറയുന്നില്ല. അപ്പം ഞങ്ങൾ അതെല്ലാം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി പോകുന്നതാണ് മെട്രോ സ്റ്റേഷൻ. നമ്മളിപ്പോൾ താമസിക്കുന്നതിൻ്റെ അവിടുന്ന് മെട്രോ കയറി വന്നാൽ നമുക്കിത് ഇവിടെ വന്ന് ഇറങ്ങാം. ഇതാണ് നമുക്ക് കുറച്ചും കൂടി സൗകര്യം. പക്ഷെ നമ്മൾ കാറിന് വന്നുകൊണ്ട് അങ്ങ് വന്നേ ഉള്ളൂ. ഇത് മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് മെട്രോയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരും നാട്ടിൽ നിന്ന് കസിൻസ് ഉണ്ടെന്ന്. അവർക്ക് എന്തോ സാധനമൊക്കെ കുറച്ച് വാങ്ങിക്കണമായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി അവർക്ക് ഒരു മാളിലേക്ക് അവരെ വിട്ടിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമായിരുന്നു കേട്ടോ. എന്നിട്ട് ട്രെയിൻ കയറി ഞാൻ പോകുമായിരുന്നു. അപ്പോഴത്തേണ്ട ആ ചേട്ടന്മാർക്ക് എന്തൊക്കെ സാധനം വേണമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ വഴി കയറിയിട്ടാണ്. അപ്പോൾ അതാണ് മെട്രോ സ്റ്റേഷൻ കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് മെട്രോയിൽ ഓൾറെഡി കയറിയിട്ടുള്ള കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇന്നലെ കയറിയതല്ല, അതിന് മുമ്പ് പോയിട്ടുള്ളപ്പോൾ കയറിയിട്ടുള്ള കേട്ടോ. വേറൊരു ദിവസം മെട്രോയിലെ വീഡിയോ ഒക്കെ എടുത്ത് ഇടും കേട്ടോ. ഇന്നലെ മെട്രോയിലൊന്നും കയറാനൊന്നും സമയം കിട്ടിയില്ല. ഇതിന് മുമ്പേ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോവാം കേട്ടോ. ആ ചെടി കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള ചെടി പോലെ എവിടെയോ മറഞ്ഞ് നല്ല പരിചയം. അപ്പോൾ ഭയങ്കര എന്താ പറയുന്നത്, ക്ഷീണിച്ച് ടയേർഡായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ അവരെ അവിടെ വിട്ട് കഴിഞ്ഞിട്ട് ട്രെയിൻ കയറാൻ പോകാം കേട്ടോ. ചേട്ടൻ എൻ്റെ ബാഗ് രണ്ടും പിടിച്ച് എന്നോട് ചോദിച്ചു എന്തിനാ ഇത്രയും സാധനം കൊണ്ടുപോകുന്നത്. പക്ഷേ എനിക്ക് കൊണ്ടുപോകണം. എനിക്ക് അത് നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ, അതെടുക്കുക ഇതിവിടെ വെച്ചിട്ട് പോവാം എന്ന് ഓർക്കുമ്പോൾ ഇതിവിടെ വെച്ചാൽ നമുക്ക് അവിടെ പോകുമ്പോൾ അങ്ങനെ ഇടാമല്ലോ, ഇത് ഇവിടെ ഇടാമല്ലോ എന്നൊക്കെ ഓർത്ത് നോക്കുമ്പോൾ എല്ലാ തുണികളും അവസാനം എടുക്കേണ്ടി വരും. അങ്ങനെ എടുത്ത് കുറേ ബാഗിനകത്ത് തുണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് ചേട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു. ഇനിയും കൊണ്ടുപോയി കഴിഞ്ഞ് ട്രെയിനിലാണ് കയറുന്നത് എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ആളിനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത്. അപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 5 ആയിരുന്നു കേട്ടോ. 5-ലാണ് നമ്മുടെ
മൈസൂർ കൊച്ചുവേളി ട്രെയിൻ കിടക്കുന്ന നേരത്തെ ഓൾറെഡി ഈ ട്രെയിൻ മജസ്റ്റിക്ക് വന്ന് കിടക്കുന്ന ട്രെയിനായിരുന്നു കേട്ടോ. ബാംഗ്ലൂർ കൊച്ചുവേളിയായിരുന്നു. ഇപ്പോൾ അത് ബാംഗ്ലൂരിൽ നിന്ന് മാറി മൈസൂർ വരെ പോയിട്ട് മൈസൂരിലാണത് ലാസ്റ്റ് സ്റ്റേഷൻ. മൈസൂരിൽ നിന്ന് കൊച്ചുവേളി, തിരുവനന്തപുരം കൊച്ചുവേളി വരെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതായിരുന്നു ഞാൻ പോയ കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് ആയിരുന്നു. അപ്പോഴത്തെ നമ്മൾ S8 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ കിടക്കുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാറില്ല. അപ്പം എന്നോട് കഴിക്കാൻ കൊണ്ടുപോകത്തിന് കുറേയൊക്കെ വഴക്കൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടാത്തതുകൊണ്ട് എന്നോട് ചോദിച്ചു സ്പ്രൈറ്റോ വെള്ളമോ വല്ലതും വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്പ്രൈറ്റ് മേടിച്ചു, വേറെ ഒന്നും മേടിച്ചില്ല. തന്നെ അങ്ങനെ ഞങ്ങൾ ട്രെയിനകത്ത് കയറിയിരിക്കുകയാണ്. ചേട്ടൻ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ട്രെയിൻ വിട്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. വിട്ടപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടല്ലോ ഷൈനി ചേച്ചി ഇല്ല അന്ന് മരിച്ച് ആ ഏറ്റുമാനൂർ, ആ ചേച്ചിയുടെ കുറേ നേരം ഞാൻ ആ ചേച്ചിയെ തന്നെ ഓർത്തുകൊണ്ടിരുന്നു കേട്ടോ. അതുപോലെ തന്നെ തിരിച്ചു വരാൻ നേരത്ത് ഇന്ന് വെളുപ്പിനെ 6 മണിയായപ്പോൾ 1 മണിക്കൂർ ട്രെയിൻ ലേറ്റായി കേട്ടോ ആലപ്പുഴയിൽ എത്തിയത്. അപ്പോഴും ഞാൻ ആ ചേച്ചിയുടെ കാര്യം ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നത്. കറക്റ്റ് ടൈം ആയപ്പോൾ ഞാൻ ഓർത്ത് 5:30 ആയപ്പോൾ രാവിലെ അയ്യോ ഈ സമയത്തല്ലേ ചേച്ചി അങ്ങനെ ചെയ്തത്, എങ്ങനെ ചെയ്യാൻ തോന്നി, പാവമുണ്ട് ചേച്ചി. അതൊക്കെ ഞാൻ ആ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ട്രെയിനിൻ്റെ സ്പീഡും ഒക്കെ ഓർക്കുമ്പോൾ വേറെ ഓപ്പോസിറ്റ് ട്രെയിനുകൾ ഇങ്ങനെ പടപടാന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. ആ ചേച്ചിയെക്കുറിച്ച് കേട്ടോ. ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ട്രെയിനിൽ കുറേ നേരം അത് തന്നെ ചിന്തിച്ചിരുന്നു കേട്ടോ. ഇത് എൻ്റെ സൈഡിൽ ഇരുന്ന ചേട്ടന്മാരൊക്കെ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചേച്ചിമാർ ഇതുപോലത്തുള്ള കീ, ടോർച്ച്, ടോയ്സ് ഇതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ തൂക്കിയിടും. നമുക്ക് വേണേൽ എടുക്കാം, പൈസ കേട്ടോ. അങ്ങനെ വന്നു. ഞാൻ ജസ്റ്റ് അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ വെളുപ്പിനെ 5 മണിക്ക് എത്തേണ്ട ട്രെയിനായിരുന്നു ആലപ്പുഴയിൽ. ഇന്ന് എത്തിയത് വെളുപ്പിന് 6 മണി ആയപ്പോഴാണ്. 1 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ടിബിൻ ഉണ്ടായിരുന്നു അവിടെ, എൻ്റെ അനിയനുണ്ടായിരുന്നു. അവൻ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ലഗേജൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ബസ്സിന് വരാൻ പാടായിരുന്നു. പിന്നെ വണ്ടിയെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചു വിശേഷം ഇത്രയല്ല. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.